ഇന്ന് നമുക്കൊരു ചാണക്യൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. പകയുള്ളവർ അപവാദങ്ങൾ സൃഷ്ടിക്കും, വിഡ്ഢികൾ അത് പ്രചരിപ്പിക്കും, മൂഢന്മാർ അത് വിശ്വസിക്കും. ശരിയല്ലേ? ജീവിതത്തിൽ അപവാദം കേൾക്കാത്തത് ആരെങ്കിലും ഉണ്ടോ? പക്ഷെ ചിലർ അത് കേൾക്കുമ്പോൾ ഒരുപാട് നൊമ്പരപ്പെടുന്നു. അവർ ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ ചിന്തിക്കുന്നു. സത്യത്തിൽ ആർക്കൊക്കെ പകയും അസൂയയുമുണ്ടോ അവരുടെ മനോവൈകല്യത്തിൽ നിന്നാണ് ഓരോ അപവാദവും ജനിക്കുന്നത്. നമ്മുടെ ജീവിത ഉയർച്ചയുടെ ഗ്രാഫാണ് അപവാദങ്ങൾ ഉണ്ടാക്കാൻ ചില തൽപര കക്ഷികളെ പ്രേരിപ്പിക്കുന്നത്. തനിക്കു മുന്നേ മറ്റുള്ളവരെ വളർത്താൻ അനുവദിക്കാത്ത കുഷ്ഠം ബാധിച്ച മനസ്സുള്ളവർ ആൺ പെൺ വ്യത്യാസമില്ലാതെ എത്രയധികം ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ആരെയും ബോധിപ്പിച്ച് നമ്മുടെ ജീവിതം ജീവിക്കാൻ കഴിയില്ല. ആരും പരിപൂർണരുമല്ല. ഏതൊരു വസ്തുതയ്ക്കും ഒരുപാട് വിശദീകരണങ്ങളുണ്ടാകും. പല കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് അതെല്ലാം വ്യത്യാസമാവും. അതുകൊണ്ട് നേർക്കാഴ്ചകൾ പോലും നമ്മൾ കണ്ടു മനസ്സിലാക്കിയതുപോലെ ആകണമെന്നില്ല. അപവാദം പറഞ്ഞു നടക്കുന്നതിൽ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ ഉൾപ്പെടാം. ഒന്നും അറിയാൻ മേലെങ്കിലും അവരവരുടെ കഴിവ് തെളിയിക്കാൻ മേൽപ്പറഞ്ഞവർ എല്ലാവരും എടുക്കരാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ വിശ്വസിക്കരുത്. അവരുടേതായ നെഗറ്റീവ് കമൻറ്റ് അവരുടെ ജന്മകർമ്മ വാസനയാണെന്ന് കരുതിയാൽ മതി. ബന്ധു ഇങ്ങനെയെങ്കിൽ ശത്രു എന്താവുമല്ലേ? അവരാണ് ബന്ധങ്ങളുടെ വിലയെക്കുറിച്ച് തോരാതെ ക്ലാസ് എടുക്കുന്നവർ. ഇവരൊക്കെ നമ്മെ ചിരിപ്പിച്ചു കൊല്ലും. ആരാണ് ഇങ്ങനെയുള്ള അപവാദം പറയുന്നതും പ്രചരിപ്പിക്കുന്നതും എന്ന് നോക്കിയാൽ നമ്മുടെ മനസ്സിൻ്റെ വേദന പാടെ കുറയും. കാരണം വിവരവും വിദ്യാഭ്യാസവും സംസ്കാരവും കുടുംബമഹിമയുമുള്ളവർ ഇത്തരം പോഷത്തരം കാണിക്കില്ല. ആരൊക്കെയോ പറഞ്ഞ കള്ള പ്രചരണങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അത് പാടെ അവഗണിക്കുക. അവർ അവിടെ ഉണ്ടെന്ന് ഗൗനിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോവുക. ആരും നീതീകരിക്കാനില്ലാത്തപ്പോൾ സ്വന്തം മനസാക്ഷിയാവണം ഏറ്റവും വലിയ ന്യായാധിപൻ. അപവാദങ്ങളെ ചിരിച്ചുകൊണ്ട് നേരിടാം. ഇതേപോലെ നമ്മുടെ ശരികൾ നമ്മുടേതോ മാത്രം.